എഞ്ചിനീയറിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇന്ത്യയിലെ ഏറ്റവും മികച്ച സ്ഥാപനം ഏതാ? ഒരു സംശയമില്ലാതെ എല്ലാവരും പറയും IIT-കൾ, NIT-കൾ, IIIT-കൾ, ബിറ്റ്സ്, ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് സയൻസ്. വലിയ ഫീസ് കൊണ്ട് ആരും ബിറ്റ്സിലേക്ക് അടുക്കില്ല. എന്നാൽ വലിയ ഫീസ് ഇല്ലാതെ എഞ്ചിനീയറിംഗ് പഠിക്കാൻ പറ്റുന്ന സ്ഥാപനങ്ങൾ പറയുമ്പോൾ ഏറ്റവും മികച്ചത് പറയുമ്പോൾ ഇത്തരം സ്ഥാപനങ്ങളെ പറയാം. ഈ ശ്രേണിയിലേക്ക്, ഈ ഗ്രൂപ്പിലേക്ക് ഇപ്പോൾ പുതുതായിട്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് കൂടി കടന്നു വരുന്നു. നോക്ക്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ഒരു മികച്ച റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആണ്, ഇന്ത്യയുടെ അഭിമാനം എന്ന് വേണമെങ്കിൽ പറയാം. ലോകത്തെ റാങ്കിങ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും മുന്നിൽ, മറ്റ് സ്ഥാപനങ്ങളെക്കാൾ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സ്ഥാപനമാണ്, പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റി തലത്തിലും റിസർച്ച് തലത്തിലും, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്. ആ സ്ഥാപനത്തിൽ എഞ്ചിനീയറിംഗ് തുടങ്ങിയിരിക്കുന്നു. നേരത്തെ ഉണ്ട്, കഴിഞ്ഞ കൊല്ലം, അതിന് മുമ്പത്തെ പ്രാവശ്യം നോക്കുക, മാത്തമാറ്റിക്സ് ആൻഡ് കമ്പ്യൂട്ടിംഗ് ബിടെക് പ്രോഗ്രാം ISC സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ തന്നെയായിരുന്നു അഡ്മിഷൻ പ്രോസസ്സ് നടത്തിയിരിക്കുന്നത്. പക്ഷേ മൊത്തത്തിൽ ഘടന മാറ്റുകയാണ്. 4 കോഴ്സുകൾ ഒന്നിച്ച്, നേരത്തെയുള്ള മാത്തമാറ്റിക്സ് ആൻഡ് കമ്പ്യൂട്ടിങ്ങും അതിന് പുറമെ ഒരു 3 കോഴ്സുകൾ കൂടി ഈ വർഷം സ്റ്റാർട്ട് ചെയ്യുന്നു. അതിലൊന്ന് മെറ്റീരിയൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആണ്, മറ്റൊന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് കമ്പ്യൂട്ടിംഗ് ആണ്, ദെൻ മൂന്നാമത്തത് എയറോസ്പേസ് എഞ്ചിനീയറിംഗ് ആണ്. ഈ ഒരു കോഴ്സ് തിരഞ്ഞെടുപ്പ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ISC പ്രധാനപ്പെട്ട ബ്രാഞ്ചുകളിലെല്ലാം ലോകത്തെ ഏറ്റവും മികച്ച റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഒന്നായി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. ഇന്ത്യയിൽ തന്നെ നമ്പർ 1 ഒക്കെ ആയിട്ട് പറയാൻ പറ്റുന്ന സ്ഥാപനമാണ്. സ്വാഭാവികമായിട്ട് എഞ്ചിനീയറിംഗ് അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം കൊണ്ട് ISC കൂടി വരുമ്പോഴത്തേക്കും ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായ പ്രധാനപ്പെട്ട എഞ്ചിനീയറിംഗ് പഠന സ്ഥാപനങ്ങളിൽ ISC കൂടി സ്ഥാനം പിടിക്കും, ഒരു സംശയമില്ല. നമുക്ക് 1909 ജാംഷഡ്ജി ടാറ്റയും അതോടൊപ്പം സ്വാമി വിവേകാനന്ദ തമ്മിലുള്ള ഒരു കപ്പൽ യാത്രയിലെ ചർച്ചകളിൽ നിന്നാണ് ISC തുടങ്ങുന്നത് തന്നെ. ഒരുപക്ഷെ ഇന്ത്യയിൽ വിദ്യാഭ്യാസ വിപ്ലവത്തിന് നാന്ദി കുറിച്ച ആളെന്നാലൊക്കെ അറിയപ്പെടേണ്ട ആളാണ് സ്വാമി വിവേകാനന്ദൻ. പക്ഷെ അങ്ങനെ ഒരു ചർച്ച നടക്കുന്നുണ്ടോ എന്നുള്ളത് സംശയമാണ്. നമുക്ക് 1909 തുടങ്ങി പിന്നീട് അങ്ങോട്ടൊരു ജൈത്രയാത്രയായിരുന്നു. റിസർച്ച് മേഖലയിൽ ബയോളജിക്കൽ സയൻസ് ആയാലും ഫിസിക്കൽ സയൻസ് ആയാലും കെമിക്കൽ സയൻസ് ആയാലും ഇന്ത്യയിലെ ഏറ്റവും മികച്ച സ്ഥാപനം അടിസ്ഥാന ഗവേഷണത്തിനെടുത്താൽ ഒരു സംശയമില്ല, അത് ISC ആണ്. മൊത്തത്തിൽ ഒരു റാങ്കിങ് എടുത്താൽ, പ്രത്യേകിച്ച് QS റാങ്കിങ് അനുസരിച്ച് വേൾഡ് സ്ഥാപനങ്ങളിൽ ആദ്യത്തെ 211-ം സ്ഥാനമാണ് ISC അലങ്കരിക്കുന്നത്. അത് ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ റാങ്ക് ആണെങ്കിൽ 201-നും 250-നും ഇടയിലാണ്. ഏഷ്യൻ രാജ്യങ്ങളിലെ യൂണിവേഴ്സിറ്റികളുടെ സ്ഥാനമെടുത്താൽ QS റാങ്കിങ് അനുസരിച്ച് 58-ം സ്ഥാനവും ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ റാങ്കിങ് അനുസരിച്ച് 32-ം റാങ്കുമാണ് ISCക്കുള്ളത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ ഈ സ്ഥാപനത്തിൻ്റെ ആഗോള പ്രസൻസ്. അതോടൊപ്പം ഇന്ത്യയിൽ ഒന്നും പറയണ്ട, 1-2-നുള്ളിൽ ഒരിക്കലും ഒരു മാറ്റം താഴോട്ട് പോകുന്നത് നമ്മൾ കണ്ടിട്ടില്ല. ഓവറോൾ റാങ്ക് എടുത്താൽ 2-ം സ്ഥാനത്തും, അതുപോലെ യൂണിവേഴ്സിറ്റീസ് റാങ്കിങ് എടുത്താൽ നമ്പർ 1-ഉം, റിസർച്ച് സ്ഥാപനങ്ങളുടെ റാങ്കിങ് എടുത്താലും നമ്പർ 1 ആയിട്ടാണ് NIRF ഒട്ടുമിക്ക വർഷവും ISCയെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ആ അർത്ഥത്തിൽ ഏറ്റവും മികച്ച പഠന അധ്യാപന ഗവേഷണ കേന്ദ്രം എന്ന് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിലല്ല, അങ്ങനെ തന്നെയാണ്, ഒരു സംശയമില്ല. ആ സ്ഥാപനം എഞ്ചിനീയറിങ്ങുമായിട്ട് മുന്നോട്ട് വരുമ്പോൾ സംഭവിക്കുന്നത് എന്തായിരിക്കും? മിക്കവാറും ആദ്യത്തെ നമ്മൾ ഈ പറഞ്ഞ IIT, IIIT, NIT പോലുള്ള ബിറ്റ്സ് പോലുള്ള സ്ഥാപനങ്ങൾക്കൊപ്പം തന്നെ അതിന് മേലെയായിട്ട് പ്ലേസ് ചെയ്യപ്പെടാനുള്ള സാധ്യതകളുണ്ട്. രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്നറിയോ? ആവശ്യത്തിനും റിക്വയർമെൻറ്റിനും അവിടുത്തെ ഒരു റിസർച്ച് ഫാക്കൽറ്റിക്കുള്ള ആവശ്യങ്ങൾക്കും അനുസരിച്ചാണ് എഞ്ചിനീയറിംഗ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഓൾറെഡി മാത്തമാറ്റിക്സ് ആൻഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞൊരു ബിടെക് നേരത്തെ ഉണ്ട്. അത് അവർ തന്നെ ടെസ്റ്റ് നടത്തി സെലക്ട് ചെയ്യുന്ന രീതി ആയിരുന്നുവെങ്കിൽ ഈ വർഷം മുതൽ സ്റ്റൈല് മൊത്തം മാറ്റുകയാണ്. 3 എഞ്ചിനീയറിംഗ് കോഴ്സ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഈ 3 എഞ്ചിനീയറിംഗ് കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് എയറോസ്പേസ് എഞ്ചിനീയറിംഗ് ആണ്, 2 മെക്കാനിക്കൽ ആൻഡ് കമ്പ്യൂട്ടിംഗ് ആണ്, 3-മത്തത് മെറ്റീരിയൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആണ്. ഈ 3 പ്രോഗ്രാം നേരത്തെയുള്ള മാത്തമാറ്റിക്സ് ആൻഡ് കമ്പ്യൂട്ടിംഗ് കൂടി ചേർത്ത് 4 എഞ്ചിനീയറിംഗ് പ്രോഗ്രാമുകളുടെ അഡ്മിഷൻ മെത്തേഡിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. പുതിയ രീതി അനുസരിച്ച് ജോസ വഴിയാണ് അലോട്ട്മെൻറ്റ് പ്രോസസ്സ് നടത്താൻ പോകുന്നത്. പ്ലസ് അതോടൊപ്പം JEE അഡ്വാൻസ്ഡ് ക്വാളിഫൈ ചെയ്യുകയും വേണം. അപ്പോൾ JEE അഡ്വാൻസ്ഡ് ക്വാളിഫൈ ചെയ്യണം, ദെൻ ജോസ വഴിയാണ് അലോട്ട്മെൻറ്റ് പ്രോസസ്സ് നടത്തുന്നത്. ഇതിന് പെർട്ടിക്കുലറായിട്ട് ISCയുടെ ഒരു ആപ്ലിക്കേഷൻ ഒന്നും വേണ്ട. നിങ്ങൾ ജോയിൻ എൻട്രൻസ് എക്സാമിനേഷൻ എഴുതി ജോസ പ്രോസസ്സിൽ പങ്കെടുക്കുന്ന പതിവ് രീതി, അതിൽ IITയും NITയും IIITയും വരുന്നത് പോലെ
നമ്മളുടെ ISCയും വരും, അതിൻ്റെ എഞ്ചിനീയറിംഗ് കോഴ്സുകളും വരും. ഇതിൽ ഏതിന് മുൻഗണന കൊടുക്കണം എന്നുള്ളത് കൃത്യമായി ചർച്ച ചെയ്തിട്ടാവണം. അത്തരമൊരു കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാൽ കരിയർ ഗുരു നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. എന്തായാലും കൃത്യമായി ധാരണകൾ ഉണ്ടാക്കിയിട്ടായിരിക്കണം ISC തിരഞ്ഞെടുക്കുന്നത്. ഒരു റിസർച്ച് ഓറിയൻറ്റഡ് പ്രോഗ്രാമാണ്. ടെക്നോളജിയിലെ റിസർച്ച് ഓറിയൻറ്റേഷനൊക്കെ നിർബന്ധമായിട്ടും തീർച്ചയായിട്ടും നമുക്ക് അവലംബിക്കാൻ പറ്റുന്നതും, വിദേശ പഠനങ്ങൾ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം മാസ്റ്റേഴ്സ് ഫെലോഷിപ്പ് കുറഞ്ഞ പൈസക്ക് ഡിഗ്രി പഠിച്ച് അവൈലബിൾ ആക്കാൻ സാധ്യതയുള്ളതുമായ ഒരു സുവർണാവസരമാണ് ISC. ഈ അവസരം തീർച്ചയായിട്ടും കൃത്യമായിട്ട് ഉപയോഗിക്കുക. ആശംസകൾ. കരിയർ ഗുരു, മോൾഡിംഗ് യുവർ ഫ്യൂച്ചർ.